ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ക്ലെയിംസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ കുറച്ച് നല്ല ഇനം ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് കാണിക്കുക കേട്ടോ. കഴിഞ്ഞ 2-3 ആഴ്ചകളിലും ഞാൻ പല വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ സാധാരണ അങ്ങനെ ഈ ഇലച്ചെടികൾ, പൂച്ചെടികളൊക്കെ സെയിൽ വീഡിയോ ഇടുമ്പം അത് കാണുന്ന ആളുകളെക്കാൾ കുറവ് ആളുകളാണ് ആ വീഡിയോസ് കണ്ടതെങ്കിലും കൂടുതൽ ആളുകൾ പ്ലാന്റ്സ് വാങ്ങേണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേർക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി നടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ലല്ലോ, നമുക്ക് ശേഷമുള്ള ജനറേഷനും കൂടെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റും. വിഷമൊന്നും ഇല്ലാത്ത നല്ല നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. ഇന്നത്തെ സെയിലിനായിട്ടുള്ള വളരെ കുറച്ച് പ്ലാന്റ്സ് ഒന്ന് കണ്ടാലോ. സെയിൽ ലിസ്റ്റിലെ ആദ്യത്തെ പ്ലാന്റ് മട്ടോവ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. പറമ്പിൽ കുറച്ച് സ്ഥലമുള്ളവർക്കാണ് ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നടാൻ പറ്റുക. കാരണം ഇത് ഇച്ചിരി വലിപ്പം വെച്ച് പോകുന്ന പ്ലാന്റ് ആണേ. റംബൂട്ടാൻ്റെ പോലെ തന്നെ പുറത്തൊരു കട്ടിത്തോടും അതിൻ്റെ ഉള്ളിൽ മാംസളമായിട്ടുള്ള ഒരു പോർഷനുള്ള ഒരു ഫ്രൂട്ടാണിത്. പക്ഷേ റംബൂട്ടാനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. ഈ പ്ലാന്റിൻ്റെ ബഡ് ചെയ്തതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡോ എയർ ലെയർ ചെയ്ത പ്ലാന്റ്സോ അങ്ങനെയൊന്നും അവൈലബിൾ അല്ല കേട്ടോ. സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നട്ടൊരു 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഇതിൽ കായ്കൾ ഉണ്ടായി തുടങ്ങുക. എന്താ പറയുക, നല്ല കൊലയായിട്ട് കായ്ക്കും. അടിപൊളി ഫ്രൂട്ടാണ്. അപ്പം വീട്ടിലെ സ്ഥലമുള്ളവർ വാങ്ങി നടുക. ഒരു പ്ലാന്റിന് 300 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് അബിയു ആണ്. അബിയുവിനെ പറ്റി ഒത്തിരി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈയിടെയായിട്ട് മാർക്കറ്റിലൊക്കെ നമുക്കിതിൻ്റെ ഫ്രൂട്ട് ഒത്തിരി അവൈലബിൾ ആണ്. എല്ലാവർക്കും ഒരുമാതിരി അറിയാവുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അബിയു എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതുമാത്രമല്ല ചില ഫ്രൂട്ടൊക്കെ നല്ല വലിപ്പം വെച്ച് 3/4 കിലോ വരെ വെയിറ്റ് വരും. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. ഇതും ഒരു പ്ലാന്റിന് 300 റുപ്പീസാണ്. അടുത്ത പ്ലാന്റ് സ്വീറ്റ് അമ്പഴമാണ്. നാടൻ അമ്പഴങ്ങ നമുക്കറിയാം നല്ല പുളിയാണ്, അച്ചാറിടാനാണ് നമ്മൾ പൊതുവായിട്ട് അത് ഉപയോഗിക്കുക. പക്ഷേ സ്വീറ്റ് അമ്പഴം അങ്ങനെയല്ല, നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് റെയറായിട്ട് കിട്ടുന്ന പ്ലാന്റ്സാണ്, ബഡ് ചെയ്ത പ്ലാന്റ്സുമാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത് നിറയെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സെയിൽ ലിസ്റ്റിലെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഓൾ സീസൺ മാവാണ്. വർഷത്തിൽ 1-ലധികം തവണ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന മാവാണിത്. മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്ത് മാങ്ങ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണേ. പിന്നെ ഞാൻ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് കൊറിയർ ചെയ്യുമ്പം മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ പോലെയൊന്നുമല്ല. ഒരു പ്ലാന്റിന് 1 കിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടാവും കേട്ടോ. കൊറിയർ ചാർജും അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ തയ്യാറാവണം. ഇനിയുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. ചെടിയിൽ ഇങ്ങനെ നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ തോന്നില്ല അല്ലേ, എത്ര ഭംഗിയുണ്ട്. ഇതിൻ്റെ പല സൈസിലുള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് തുടങ്ങുന്നത് 150 രൂപയെന്നാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പം കൂടുതലനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുമ്പം അവൈലബിൾ ഉള്ള പ്ലാന്റ്സും അതിൻ്റെ റേറ്റും ഞാൻ പറയാം കേട്ടോ. ഇനി നമ്മുടെ തനി നാടൻ ഒടിച്ചൂത്തി നാരകത്തിൻ്റെ തൈ വേണ്ടവർക്ക് നോക്കുക, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 120 രൂപയാണ്. അതുപോലെ തന്നെ വർഷം മുഴുവൻ കുനുകുനാന്ന് മുന്തിരിങ്ങ പോലെ പേരയ്ക്ക ഉണ്ടായി കിടക്കുന്ന നമ്മുടെ മുന്തിരിപ്പേരയും 100 രൂപയ്ക്ക് അവൈലബിൾ ആണ്. കഴിഞ്ഞ എൻ്റെ സെയിൽ വീഡിയോയിൽ നിന്ന് ഒത്തിരി പേര് വാങ്ങിയായിരുന്നു കേട്ടോ. ഇനിയും വേണ്ടവർക്ക് വാങ്ങാം. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു കൂടാണ്ട് തേൻവരിക്ക, അതുപോലെ മംഗോസ്റ്റിൻ്റെ പ്ലാന്റ്, പിന്നെ സ്വീറ്റ് ലൂബി, ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സും കൂടെയൊക്കെ അവൈലബിൾ ആണ്. ഈ വെറൈറ്റി പ്ലാന്റ്സൊക്കെ വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാനതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിലേതെങ്കിലുമൊക്കെ പ്ലാൻസ് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ്. അതുപോലെ തന്നെ DTDC കൊറിയർ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. അതുപോലെ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക കേട്ടോ. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.